പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ വളരെ വ്യത്യസ്തവും ചിന്താർഹവുമായ ഒരു അധ്യായമാണ് ശുഐബ് നബിയുടെ ചരിത്രം. അറബികളായ പ്രവാചകന്മാരിൽ ഒരാളായ അദ്ദേഹം കേവലം ആരാധനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ജീർണതകൾക്കെതിരെയാണ് പ്രധാനമായും പോരാടിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുചാതുരിയും ജനങ്ങളെ സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രബോധനവും കാരണം ഖതീബുൽ അംബിയ, പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആരായിരുന്നു ശുഐബ് നബി? എന്തായിരുന്നു ആ സമൂഹത്തിന് സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഇബ്രാഹിം നബിയുടെ പുത്രനായ മദിയൻ്റെ പരമ്പരയിൽപ്പെട്ടവരായിരുന്നു ശുഐബ് നബിയുടെ സമൂഹം. അവർ താമസിച്ചിരുന്ന പ്രദേശവും മദിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ വടക്ക് പടിഞ്ഞാറൻ സൗദി അറേബ്യയുടെ ഭാഗം. പ്രകൃതി രമണീയവും കച്ചവട പാതയിലെ ഒരു പ്രധാന കേന്ദ്രവുമായിരുന്നു മദിയൻ. എന്നാൽ ഭൗതികമായി അവർ പുരോഗതി പ്രാപിച്ചെങ്കിലും ആത്മീയമായും ധാർമ്മികമായും അവർ അങ്ങേയറ്റം ജീർണിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട പാപങ്ങൾ ഇവയായിരുന്നു: 1. ഷിർക്ക്. അള്ളാഹുവിന് പുറമെ ഐക്ക എന്ന കാട്ടുകമ്പി മരത്തെ അവർ ആരാധിച്ചിരുന്നു. 2. സാമ്പത്തിക ചൂഷണം. കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും വലിയ രീതിയിൽ അവർ കൃത്രിമം കാണിച്ചു. വാങ്ങുമ്പോൾ കൂടുതലും വിൽക്കുമ്പോൾ കുറച്ചും നൽകുക എന്നത് അവരുടെ ശീലമായിരുന്നു. 3. വഴിപൊള്ളക്കൊള്ള. യാത്രക്കാരെ ഭയപ്പെടുത്തുകയും അവരുടെ ധനം തട്ടിയെടുക്കുകയും ചെയ്യുക. 4. സത്യമാർഗ തടസ്സം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ അവർ തടയുകയും പരിഹസിക്കുകയും ചെയ്തു. ഈ അവസ്ഥയിലാണ് അള്ളാഹു അവർക്കിടയിൽ നിന്ന് തന്നെ ശുഐബ് നബിയെ പ്രവാചകനായി നിയോഗിക്കുന്നത്. അദ്ദേഹം തൻ്റെ ജനങ്ങളോട് വളരെ സ്നേഹത്തോടും എന്നാൽ ശക്തമായും സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇങ്ങനെ ഉദ്ധരിക്കുന്നു: എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത്. തീർച്ചയായും നിങ്ങൾ നല്ല നിലയിലാണെന്ന് ഞാൻ കാണുന്നു. നിങ്ങളെ വട്ടമിട്ട് പിടിക്കുന്ന ഒരു ദിവസത്തെ ശിക്ഷയെപ്പറ്റി തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു: നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾക്ക് അള്ളാഹു തരുന്ന അനുവദനീയമായ ലാഭമാണ് നിങ്ങൾക്ക് ഉത്തമം. എന്നാൽ അഹങ്കാരികളായ ആ ജനത ശുഐബ് നബിയെ പരിഹസിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു: ശുഐബേ, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നോ? ഞങ്ങളുടെ ധനങ്ങളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം പ്രവർത്തിക്കാൻ പാടില്ലെന്നോ? നിനക്ക് കൽപ്പന നൽകുന്നത് നിന്റെ ഈ നമസ്കാരമാണോ? നീ വലിയ സഹനശീലനും വിവേകിയുമാണല്ലോ. പരിഹാസപൂർവം അവർ അത്രമാത്രം ധനമോഹികളായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ മതം ഇടപെടേണ്ടതില്ല എന്നായിരുന്നു അവരുടെ വാദം. തങ്ങളുടെ സമ്പത്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാമെന്ന് അവർ വാശി പിടിച്ചു. മാത്രമല്ല, ശുഐബ് നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച പാവപ്പെട്ടവരെയും അവർ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ ജനങ്ങളുടെ അഹങ്കാരം അതിരുകടന്നപ്പോൾ ശുഐബ് നബി അവരോട് പറഞ്ഞു: എൻ്റെ ജനങ്ങളെ, എന്നോടുള്ള ശത്രുത നൂഹ് നബിയുടെയോ ഹൂദ് നബിയുടെയോ സ്വാലിഹ് നബിയുടെയോ ജനതയ്ക്ക് സംഭവിച്ചതുപോലുള്ള വിപത്ത് നിങ്ങൾക്ക് വരുത്തിവെക്കാൻ ഇടയാക്കാതിരിക്കട്ടെ. ലൂത്ത് നബിയുടെ ജനത നിങ്ങളിൽ നിന്ന് ഒട്ടും അകലെയല്ല താനും. അവരുടെ തകർച്ച നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. നീ സത്യവാനാണെങ്കിൽ ആകാശത്ത് നിന്ന് ഒരു കഷ്ണം ഞങ്ങളുടെ മേൽ വീഴ്ത്തുക എന്ന് അവർ വെല്ലുവിളിച്ചു. ഒടുവിൽ അള്ളാഹുവിൻ്റെ അലംഘനീയമായ ശിക്ഷ ആ ജനതയെ തേടിയെത്തി.
ഖുർആൻ വിവരിക്കുന്നതിനനുസരിച്ച് 3 തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കൊണ്ടാണ് അവരെ നശിപ്പിച്ചത്. 1. അത്യുഷ്ണവും കാർമേഘവും. അസഹനീയമായ ചൂട് കാരണം അവർ വലഞ്ഞു. അപ്പോൾ ആകാശത്ത് തണൽ നൽകുന്ന ഒരു മേഘം കണ്ടു. അവർ ആശ്വാസത്തിനായി അതിന് താഴെ ഒത്തുകൂടി. 2. ഭയങ്കരമായ അട്ടഹാസം. ആ മേഘത്തിൽ നിന്ന് ഭയങ്കരമായ ഒരു ഗർജനം ഉണ്ടായി. 3. ഭൂകമ്പം. അതോടൊപ്പം ശക്തമായ ഭൂകമ്പവും അവരെ പിടികൂടി. അടുത്ത ദിവസം പ്രഭാതത്തിൽ അവർ തങ്ങളുടെ വീടുകളിൽ കമിഴ്ന്നു വീണു മരിച്ച നിലയിലായിരുന്നു. അവർ അവിടെ ഒരിക്കലും ജീവിച്ചിരുന്നിട്ടേയില്ലാത്ത വിധം ആ പ്രദേശം ശൂന്യമായി. എന്നാൽ അള്ളാഹു ശുഹൈബ് നബിയെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികളെയും തൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തി. മദിയൻ നിവാസികളുടെ തകർച്ചയ്ക്ക് ശേഷം ശുഐബ് നബി ദുഃഖത്തോടെ ആ മൃതദേഹങ്ങളെ നോക്കി പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു തരികയും ഗുണകാംക്ഷ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സത്യനിഷേധികളായ ജനങ്ങളുടെ പേര് ഞാൻ എങ്ങനെ ദുഃഖിക്കും? സുഹൃത്തുക്കളെ, ശുഐബ് നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. കച്ചവടത്തിലെ കള്ളത്തരം, അളവ് തൂക്കങ്ങളിലെ കൃത്രിമം, സാമ്പത്തിക അഴിമതികൾ എന്നിവ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ കാരണമാകുന്ന അത്ര വലിയ പാപങ്ങളാണ്. സമ്പാദ്യം ഹലാലായ മാർഗത്തിലൂടെ മാത്രമായിരിക്കണം എന്ന ശക്തമായ സന്ദേശമാണ് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശ്വസനീയമായ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.